ഓക്കെ, ഇപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ നോക്കിയിട്ടുള്ളത് ബാലൻസ് ഷീറ്റാണ്. സോ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ എങ്ങനെയാണെന്നുള്ളത് അറിയണം. SOPL കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഫോമാറ്റൊക്കെ സെയിം തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഒരു പെർട്ടിക്കുലേഴ്സ് കോളം, നോട്ട് നമ്പർ ആൻഡ് എമൗണ്ട് കോളം, ഈ രീതിയിലാണ് വരിക. ഇനി ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് ഒരു ഇയർലി ഇൻകർ ആയിട്ടുള്ള എക്സ്പെൻസുകളും അതുപോലെ റിസീവ് ചെയ്തിട്ടുള്ള ഇൻകം ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് റവന്യൂ, ഇൻകത്തിന് നമ്മൾ രണ്ടെണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആൻഡ് അതർ ഇൻകം. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എഴുതേണ്ടത് സെയിൽസ് വഴി ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇൻകമാണ്. അതാണ് മെയിനായിട്ടുള്ള ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സെപ്പറേറ്റ് കാണിക്കുക. അതല്ലാത്ത മറ്റേത് ഇൻകം ഉണ്ടെങ്കിലും, ഡിസ്കൗണ്ട് റിസീവ്ഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എമൗണ്ടുകൾ റിസീവ് ചെയ്തത് ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ അതർ ഇൻകമായിട്ടും കാണിക്കുക. അതിൽ ഒന്നിൽ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ടിൽ ഇവിടെ നോട്ട് നമ്പർ ഇട്ടിട്ട് അത് നോട്ട്സ് ടു അക്കൗണ്ടിൽ കാണിക്കുക. ഫൈനൽ എമൗണ്ട് ഇവിടെ എടുത്തെഴുതുക. ഓക്കെ, രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. ദെൻ എക്സ്പെൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റുക. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുമ്പം ഒന്നാമത്തെ ഐറ്റം കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്താലാണ് നോർമലി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ സോൾഡ് കിട്ടുന്നത് അല്ലെങ്കിൽ കൺസ്യൂംഡ് കിട്ടുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് തരും. അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും മെറ്റീരിയൽ കൺസ്യൂംഡും എത്രയാണെന്നുള്ളത് പറയും. അല്ലെങ്കിൽ പർച്ചേസസ് ഇത് എത്രയാണെന്നുള്ളത് പറയും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടെത്തേണ്ടി വരും. ഇതാണ് ആദ്യത്തെ ഒരു എക്സ്പെൻസ് ആയിട്ട് എഴുതേണ്ടത്. നമ്മൾ ഒരു ഇയറിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്. ഇനി അങ്ങനെയല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതായത് ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും പെർച്ചേസസും തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് പർച്ചേസ് സെപ്പറേറ്റ് ആയിട്ടും ചേഞ്ച് ഇൻ ഇൻവെൻ്ററി സെപ്പറേറ്റ് ആയിട്ടും കാണിക്കാം. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ളത് ചേഞ്ച് ഇൻ ഇൻവെൻ്ററി ആയിട്ടും പെർച്ചേസസ് മാത്രം പർച്ചേസസ് ആയിട്ടും കാണിക്കാം. ഓക്കെ, നമ്മൾ ഈ രീതിയിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കാണുകയാണെങ്കിൽ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പം ഇത് മാത്രം പഠിക്കുക. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് മാത്രം കണ്ടുപഠിക്കുക. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്ത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എഴുതി കഴിയുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും ഐറ്റം നിങ്ങൾ പിന്നെ എടുത്ത് എഴുതേണ്ട കാര്യം വരുന്നില്ല. ഇതിൽ തന്നെ കഴിയും. അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടി വരിക സ്റ്റോക്ക് ഇൻ ട്രേഡ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കും. അതായത് എത്ര സ്റ്റോക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കണം, സ്റ്റോക്ക് ഇൻ ട്രേഡ്. പിന്നെ ഉള്ളത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസുകളാണ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന വേജസ്, സാലറീസ്, മറ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോട്ട്സിൽ കാണിച്ചാൽ മതി. അങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഐറ്റം ഒക്കെ നമ്മൾ ആഡ് ചെയ്യുക. അതിലൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ നോട്ട്സ് ടു അക്കൗണ്ടിൽ കാണിച്ച് ആഡ് ചെയ്ത് ഫൈനൽ എമൗണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. പിന്നെ ഫിനാൻസ് കോസ്റ്റ് ആണ്. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുമ്പം നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് റേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ക്യാപിറ്റലോ അല്ലെങ്കിൽ ഡിബഞ്ചറോ ഒക്കെ നമ്മൾ റേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസുകൾ. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയിരിക്കാം. അതായത് നമ്മുടെ കയ്യിലിപ്പോൾ ഇക്വിറ്റി പർച്ചേസ് ചെയ്യുന്നതിനുള്ള എമൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലോൺ എടുക്കാം. അപ്പോൾ ആ ലോണിന് അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻസ് കോസ്റ്റാണ്. ആ രീതിയിൽ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വന്നിരിക്കുന്ന എക്സ്പെൻസുകളിനൊക്കെ ഫിനാൻസ് കോസ്റ്റ് എന്നാണ് കൊടുക്കാറുള്ളത്. നോർമലി അതിൽ വരുന്നത് ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ വർക്കിംഗ് നോട്ടിൽ കാണിക്കുക എന്താണ് ഫിനാൻസ് കോസ്റ്റിൽ വന്നിട്ടുള്ള ഐറ്റം എന്നുള്ളത്. പിന്നുള്ളത് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ്. അത് നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെബിറ്റ് സൈഡ് കാട്ടുന്ന ഒരു ഐറ്റമാണ്. എന്ത് ഡിപ്രിസിയേഷൻ ഓർ അമോർട്ടൈസേഷൻ, വാല്യുവേഷൻ എത്ര ശതമാനമാണെന്ന് ക്വസ്റ്റ്യനിൽ തരും, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ആണെന്നുള്ളത് തരും, അതെടുത്ത് എഴുതുക. ദെൻ അതർ എക്സ്പെൻസസ്. ഓക്കെ, ഇന്ന് നമ്മൾ ടോട്ടൽ എക്സ്പെൻസസ് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക,
ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ് കിട്ടും. ഓക്കെ, ഈ എക്സെപ്ഷണൽ ഐറ്റംസും എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ഒന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ വരാറില്ല. അതുകൊണ്ട് അതിലേക്ക് അത്ര നിങ്ങൾ പോണ്ട. ഈ ഒരു പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ് ആൻഡ് ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യനിൽ വരാവുന്നൊരു ഐറ്റം എന്ന് പറയുന്നത് ടാക്സ് ആണ്. ഓക്കെ, ഈ ടാക്സിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളതിൽ നിന്ന് നേരെ ടാക്സ് കുറയ്ക്കുക. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നിങ്ങളിതിലേക്ക് അങ്ങനെ ഫോക്കസ് കൊടുക്കണ്ട. ഇത് കഴിഞ്ഞാൽ മാക്സിമം വരാവുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ടാക്സ് ആയിരിക്കും. ടാക്സും കൂടെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ടാക്സ് എമൗണ്ട് എത്രയാണെന്ന് എഴുതുക. ദെൻ ഈ കിട്ടിയിരിക്കുന്ന ബിഫോർ ടാക്സ് ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് ടാക്സിൻ്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അത്രയും നിങ്ങൾക്ക് ഒരു ഫോർമാറ്റ് വെച്ചിട്ട് പഠിക്കാനുള്ളതുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മെയിനായിട്ടുള്ള ബിസിനസ് എന്നല്ലാതെ നമുക്ക് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് നിന്ന് പ്രോഫിറ്റോ ലോസോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ ഫങ്ഷൻ ചെയ്യാത്ത നമ്മളുടെ വിങ്സ് ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻകൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇവിടെയൊക്കെ കാണിച്ചിട്ടുള്ളത്. പിന്നെ EPSൻ്റെ കേസൊക്കെ അതൊന്നും നമുക്ക് പക്ഷേ ക്വസ്റ്റ്യനിലേക്ക് സാധാരണ വരാറില്ല. ഇത്രയും പോർഷൻ, അതായത് എന്തൊക്കെയാണ് ഇൻകം എന്തൊക്കെയാണ് എക്സ്പെൻസ് അതെങ്ങനെയൊക്കെ കാണും എന്നുള്ളത് പഠിക്കുക. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ടാക്സ് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ടാക്സ് കണ്ടിട്ട് അതൊരു 50% അങ്ങനെ എത്ര പറയും. അപ്പോൾ കിട്ടിയിരിക്കുന്ന എമൗണ്ടിന് മുകളിൽ ആ ടാക്സിൻ്റെ എമൗണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇതായിരിക്കും നമ്മളുടെ ഫൈനൽ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രോഫിറ്റ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്.